സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴക്കെടുതിയിൽ പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആദ്യം മെല്ലെയായിരുന്നുവെങ്കിലും ഇന്നലെ മുതൽ ഊർജിതമാക്കി. മന്ത്രി PC വിഷ്ണുനാഥ് പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല കോഴഞ്ചേരിയിലും അനിൽകുമാർ പത്തനംതിട്ടയിലും എത്തി കാര്യങ്ങൾ വിലയിരുത്തി. ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജില്ലയിൽ ആകെ 133 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. ഈ ക്യാമ്പുകളിൽ 1794 കുടുംബങ്ങളിലെ 6040 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് തിരുവല്ലയിലാണ്, 74 ക്യാമ്പുകൾ. ഇവിടെ 1116 കുടുംബങ്ങളിലെ 3762 പേർ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. കോഴഞ്ചേരി താലൂക്കിൽ 22 ക്യാമ്പുകളിലായി 326 കുടുംബങ്ങളിലെ 1122 പേരും, റാന്നി താലൂക്കിൽ 10 ക്യാമ്പുകളിൽ 121 കുടുംബങ്ങളിലായി 384 പേരുമുണ്ട്. മല്ലപ്പള്ളിയിൽ 17 ക്യാമ്പുകളിൽ 149 കുടുംബങ്ങളിലെ 519 പേർ കഴിയുന്നു. കോന്നിയിൽ 4 ക്യാമ്പുകളിലായി 68 കുടുംബങ്ങളിലെ 112 പേർ താമസിക്കുന്നുണ്ട്. അടൂർ താലൂക്കിൽ 3 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 14 കുടുംബങ്ങളിലെ 41 പേരാണ് ഇവിടെയുള്ളത്. കനത്ത മഴയും പ്രകൃതിക്ഷോഭവും ജില്ലയിലാകെ 40 വില്ലേജുകളെയാണ് ബാധിച്ചത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടായത് ആറന്മുളയിലാണ്. ചെങ്ങന്നൂർ, കോഴഞ്ചേരി, കിടങ്ങന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള റോഡുകൾ വെള്ളത്തിലായതുമൂലം ഗതാഗതം തടസ്സപ്പെട്ടു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉന്നതിയായ ആറന്മുള പഞ്ചായത്തിലെ എഴിക്കാട് ഉന്നതിയിൽ പ്രളയം 100ഓളം വീടുകളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് പ്രദേശത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. പ്രളയബാധിത പ്രദേശമായ എഴിക്കാട് ഉന്നതിയിലെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കമ്മ്യൂണിറ്റി സെന്ററിൽ പ്രത്യേക ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ലൈബ്രറിയിൽ 11 കുടുംബങ്ങളുമുണ്ട്. പട്ടികജാതി പ്രീ സ്കൂളിലും താമസക്കാരുണ്ട്. എഴിക്കാട് ഉന്നതിയിൽ 36 ഏക്കറിലായി 450 കുടുംബങ്ങളാണുള്ളത്. നീർവിളാകം പുഞ്ചയിൽ വെള്ളം കയറുമ്പോൾ ആദ്യം ദുരിതത്തിലാവുന്നത് ഉന്നതിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള 20 കുടുംബങ്ങളാണ്. അടുത്തിടെ 3 പേർക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത പ്രദേശമാണ് എഴിക്കാട്. പ്രദേശവാസികൾക്ക് ആശ്രയമായി വല്ലന SNDP ഗവൺമെന്റ് UP സ്കൂളിലും ദുരിതാശ്വാസ ക്യാമ്പുണ്ട്. വല്ലന TK മറം ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ള മറ്റൊരു പ്രധാന കേന്ദ്രമാണ് നീർവിളാകം MDLP സ്കൂൾ. നീർവിളാകം, പേരങ്ങാട് ഉന്നതി, പിരളശ്ശേരി ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലെ മാറ്റിപ്പാർപ്പിക്കപ്പെട്ടവർക്കായി പുത്തൻകാവ് മാർപ്പിലക്സ്നോസ് UP സ്കൂളിലും ദുരിതാശ്വാസ ക്യാമ്പ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പുറം പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന എല്ലാ വഴികളും പ്രളയജലത്തിൽ മുങ്ങിയതിനാൽ നീർവിളാകം ശരിക്കും ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. ഗ്രാമീണ വിനോദ വിശ്രമ കേന്ദ്രമായ ബാംഗ്ലൂർ റോഡ് നിലയില്ലാത്ത വിധത്തിൽ വെള്ളത്തിലായി. ഓണക്കാല വിളവെടുപ്പ് ലക്ഷ്യമിട്ട് ചെയ്ത കൃഷികൾ ആറന്മുള പഞ്ചായത്തിൽ വ്യാപകമായി വെള്ളത്തിലായി. പ്രളയം ബാധിക്കാത്ത സ്ഥലങ്ങളിൽ പോലും വെള്ളം കെട്ടിനിന്ന് പച്ചക്കറി, ഏത്തവാഴ, കുരുമുളക് കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 നാളായി ഈ പ്രദേശങ്ങളിൽ വൈദ്യുതിയുമില്ല. കിണറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാനും സെൽഫോൺ ചാർജ് ചെയ്യാനും കഴിയാത്ത സ്ഥിതിയാണ്. ഫ്രിഡ്ജുകളിൽ സൂക്ഷിച്ച ജീവനരക്ഷാ ഔഷധങ്ങളും നശിച്ചു. വിവിധ ഉന്നതികളിലേതടക്കം മലവെള്ളം കയറിയ കിണറുകൾ മലിനപ്പെട്ടത് കാരണം ശുദ്ധജലത്തിനും ബുദ്ധിമുട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കി വരുന്നുണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. എന്നാൽ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത്ര ഇല്ല എന്ന ആക്ഷേപവും ശക്തമാണ്. അബിൻ വർക്കി MLAയും മുൻമന്ത്രി വീണ ജോർജും കോഴഞ്ചേരി, വല്ലന, എഴിക്കാട് പ്രദേശങ്ങളിലെ ക്യാമ്പുകളും ദുരിതബാധിത മേഖലകളും സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.